സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചം ആയിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ദൈവത്തിങ്കൽ നിന്ന് അയക്കപ്പെട്ടതായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അയക്കപ്പെട്ടവൻ, ദൈവം അയച്ച വ്യക്തി, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി, ദൈവം വിളിച്ചതായ വ്യക്തി, ദൈവത്തിൻ്റെ വഴികളെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും ഒരുക്കുന്നതിന് വേണ്ടി ദൈവം അയക്കപ്പെട്ട വ്യക്തി. ഇന്ന് അനേകം ആളുകളും അയക്കപ്പെട്ടവരായിരിക്കുന്നില്ല, അവർ സ്വയമായി വന്നിരിക്കുന്നവരാകുന്നു. ഈ കാലത്ത് അവർ ദൈവത്തിൻ്റെ വാക്കുകളല്ലാതെ സ്വന്തം വാക്കുകൾ പറയുന്നവരായിരിക്കുന്നു. യോഹന്നാൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ വാർദ്ധക്യകാലത്തായിരുന്ന സക്രിയാവ് ദമ്പതികൾക്കായിരുന്നു യോഹന്നാൻ ജനിച്ചത്. ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മെ കണ്ടവനാണ്. എന്നെ കണ്ടു, നിന്നെ കണ്ടു. പ്രധാനമായും രക്ഷിക്കപ്പെട്ടതായ വ്യക്തികളെ എല്ലാം കർത്താവിൻ്റെ നാമത്തെ വിശ്വസിച്ച് അകത്തേക്ക് വന്നവരെ നോക്കൂ. വെളിയിൽ അനേകം ആളുകൾ ഉണ്ട്, കോടിക്കണക്കിന് ആളുകൾ പ്രപഞ്ചത്തിൽ ഉണ്ട്. എന്നാൽ ദൈവം നമ്മെ കാണുവാനിടയായി. നിന്റെ കുടുംബത്തിൽ ദൈവം നിന്നെ കാണുവാൻ ഇടയായി. നിന്റെ കുടുംബത്തെ അവൻ തിരഞ്ഞെടുക്കുകയുണ്ടായി. നിന്നെ ദൈവം തിരഞ്ഞെടുക്കുകയുണ്ടായി. നിന്നെ ഇപ്പോഴല്ല കണ്ടത്, അവൻ എപ്പോഴാണ് കണ്ടത്? ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുൻപേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിന് മുൻപ് തന്നെ നിന്നെ കാണുവാനിടയായി. യേശുവിനെ അറിയുക എന്നതെന്ന് എത്ര ഭാഗ്യകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പൂർണ്ണമായി മാനസാന്തരപ്പെട്ടോ എന്നത് മാറ്റിവെക്കുക. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു കർത്താവ് എന്ന വിശ്വാസം നിന്നിൽ വന്നിരിക്കുകയാണല്ലോ. യേശുവിൽ വിശ്വസിക്കണം എന്ന ആഗ്രഹം നിന്നിലേക്ക് വന്നത് നോക്കൂ. മീറ്റിങ്ങിന് പോകണമെന്ന ആശ നിന്നിലേക്ക് വന്നത് നോക്കൂ. അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഉള്ളതുകൊണ്ട് ആണ്, ദൈവം ആകർഷിച്ചത് കൊണ്ട് ആണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഉള്ളവനായ നീ ആ വിഷയം നീ മനസ്സിലാക്കുമ്പോൾ നീ ഭാഗ്യവാനായി തീരും. അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം അവനെ അറിയുവാനിടയായത്. അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു എന്ന കാര്യം നാം അറിഞ്ഞിട്ടും നാം അവനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ തെറ്റാണ്. നാം അവനെ അറിഞ്ഞിരിക്കുന്നു, അത് നാം തിരിച്ചറിയുന്ന സമയത്ത് നാം ഭാഗ്യവാന്മാരായി തീരും. ചില സമയത്ത് വചനത്തിൽ കൂടി നാം മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ അറിഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. എന്നാൽ ഈ ദിവസം എനിക്ക് കർത്താവ് തന്ന ദർശനം എന്താണെന്ന് വെച്ചാൽ, മാതാവിന്റെ ഉദരത്തിൽ വരുന്നതിന് മുൻപേ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപ് തന്നെ അവൻ നമ്മിൽ ചിലരെ കാണുവാനിടയായി. ആരെയാണോ അവൻ കണ്ടത് അവരെ വിളിച്ചു, അവരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അവരെ ദൈവത്തിന്റെ നാമത്തിന്, അവന്റെ നാമത്തിനു വേണ്ടി നിൽക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുവാനിടയായി. ദൈവം ആഗ്രഹിച്ചു. ഒരു ഉദ്ദേശത്തിനു വേണ്ടിയാണ് യോഹന്നാൻ ജനിച്ചത്. ആ യോഹന്നാൻ വളർന്നു വന്നപ്പോൾ യൗവനപ്രായമായ സമയത്ത് എത്രയോ യൗവനക്കാരെ കുറിച്ച് ചിന്തിക്കുക. യൗവനപ്രായത്തിലാകുമ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? ദൈവം എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചത്? എന്തുകൊണ്ടാണ് കർത്താവിനെ തിരഞ്ഞെടുത്തത്? എനിക്ക് എന്തുകൊണ്ടാണ് ഭക്തിയുള്ള മാതാപിതാക്കളെ തന്നത്? എന്തുകൊണ്ട് ഞാൻ ആലയത്തിൽ പോകുന്ന ഒരു വ്യക്തിയാക്കി ദൈവം മാറ്റി? എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ, അവന്റെ ഉദ്ദേശങ്ങൾ എന്താണ് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ബാല്യകാലത്തിൽ തന്നെ നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 12 വയസ്സ് പ്രായം വരെയാണ് ഒരു കുഞ്ഞിന്റെ ബാല്യകാലമായി വിളിക്കപ്പെടുന്നത്. ആ സമയം വരെ മാതാപിതാക്കൾ പറയുന്നതെല്ലാം അവർ അനുസരിക്കും, മാതാപിതാക്കളെ അനുസരിക്കും. എന്നാൽ 12 മുതൽ 19 വയസ്സ് പ്രായം വരെ ആ ടീനേജ് സമയത്ത് അവർക്ക് ദുശീലങ്ങൾ തുടങ്ങാനിടയാകും, അനുസരണക്കേട് കാണിക്കാനിടയാകും. അവിടെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ അവർ ആരംഭിക്കും. അത് മാതാപിതാക്കൾ വിചാരിക്കും അവൻ ഇപ്പോഴും കൊച്ചു കുഞ്ഞാണ്, 17-18 വയസ്സേ ഉള്ളൂ. എന്നാൽ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. എന്നാൽ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: 17-18 ആയപ്പോൾ അവർ 30 വയസ്സ് പ്രായമുള്ളവരെ പോലെയാകുന്നു. എനിക്കെല്ലാം അറിയാം, ഞാൻ വലിയവനായിരിക്കുന്നു എന്ന ചിന്തയാണ്. എന്നാൽ അവർ മുതിർന്നിട്ടുമില്ല, അവർ കൊച്ചു ബാല്യക്കാരനുമല്ല. ഇതിന്റെ മധ്യത്തിലുള്ള ഒരു ജീവിതമാണ്, ടീനേജ് പ്രായത്തിലാണ് ഇരിക്കുന്നത്. ഇത് ഡേഞ്ചറസ് ഏജ് ആണ്. സ്വയമേ തീരുമാനിക്കാനിടയാകും, എന്നാൽ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തി കാണുകയുമില്ല. സ്വയമേ ജീവിക്കുവാൻ ആഗ്രഹിക്കും, എന്നാൽ അതിനുള്ള പ്രാപ്തി കാണില്ല. എന്തെങ്കിലുമൊക്കെ സ്വയമേ ചിന്തിക്കാൻ ആഗ്രഹിക്കും, അതിനുള്ള പ്രാപ്തി കാണുകയില്ല. അതുകൊണ്ടാണ് ടീനേജ് പ്രായത്തിൽ ഉള്ളവർ ആ സമയത്ത് കർത്താവിൻ്റെ കയ്യിൽ വീഴുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്താൽ വളരുകയാണെങ്കിൽ, ദൈവത്തിൽ ഭക്തിയോടെ വളരുകയാണെങ്കിൽ അവർ വലുതായി വരുന്നതായ സമയത്ത് ഉന്നത വ്യക്തികളായി തീരുവാൻ ഇടയാകും.
അനേക മിഷണറിമാരുടെ ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ട്. രാജ്യങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്ന അനേകം മിഷണറിമാരുടെ ജീവിതം അവർ എപ്പോഴാണ് മാറിയതെന്ന് അവരുടെ ജീവിത ചരിത്രം നോക്കിയാൽ 17, 18, 19 വയസ്സുകളിലാണ് അവർക്ക് മാറ്റം ഉണ്ടാകുന്നത്. പിന്നീട് അവരുടെ ജീവിതകാലം മുഴുവൻ കോടിക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാവുകയുണ്ടായി. അതല്ലാതെ 50, 60 വയസ്സിൽ മാറിയ ആരും തന്നെ വലിയ ദൈവദാസന്മാർ ആയിട്ടില്ല. ദൈവം എന്തോ വലിയ ഉദ്ദേശത്തോടുകൂടി നിന്നെ സ്നേഹിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തു. യോഹന്നാനുമേൽ ദൈവത്തിന് വലിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. യേശുക്രിസ്തു വരുന്നതിന് മുൻപ് അവനായിട്ട് വഴി ഒരുക്കുവാനാണ് യോഹന്നാനെ ദൈവം സൃഷ്ടിച്ചത്. ആ കാലത്ത് ഏകദേശം 300-400 വർഷങ്ങൾ മലാഖി പ്രവചനം കഴിഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം വരെ പ്രവാചകന്മാർ ആരും വന്നില്ല. ഇസ്രായേൽ ജനം ചിതറിപ്പോകാനിടയായി. ഓരോരുത്തരും പല പല ദേശങ്ങളിൽ ചിതറിക്കപ്പെട്ടു. അതൊരു ഇരുളടഞ്ഞ കാലഘട്ടമായാണ് വിളിക്കപ്പെടുന്നത്. മിശിഹ വരാനിടയാകും, നമ്മെ ഉപദേശിക്കാനിടയാകും, നമ്മെ നടത്തുവാൻ ഒരു ദൈവദാസന്മാരുമില്ല, നമ്മെ നടത്താൻ ആരുമില്ല എന്ന് പറഞ്ഞവർ ചിതറിപ്പോയി. റോമക്കാരുടെയും രാജാക്കന്മാരുടെയൊക്കെ കൈകളിൽ അകപ്പെട്ട് തകർക്കപ്പെട്ട് കഷ്ടപ്പെട്ട് അവർ അടിമവേല ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഒറ്റ പ്രാവശ്യമായി യോഹന്നാൻ ഇറങ്ങി വന്നതായ സമയം, അല്പം പോലും കലർപ്പ് ഇല്ലാതെ വ്യക്തമായി ദൈവവചനം പ്രസംഗിക്കാൻ ആരംഭിച്ച സമയങ്ങളിൽ അവനൊരു പുൾപിറ്റുമില്ലായിരുന്നു, ഒരു ചർച്ചുമില്ലായിരുന്നു, ഒരു മൈക്കും ഒന്നുമില്ലായിരുന്നു. മരുഭൂപ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് അവരെയൊക്കെ നോക്കിക്കൊണ്ട് സർപ്പസന്തതികളെ എന്ന് വിളിച്ചപ്പോൾ അവർ അത് കേട്ട് ഓടിപ്പോയി. എറിയാൻ കല്ലുകൊണ്ട് വന്നില്ല, അടിക്കാൻ വടിയുമായിട്ട് വന്നില്ല, അവനെ തല്ലുവാൻ വേണ്ടി വന്നില്ല. നിങ്ങൾ മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സമയത്ത് ക്രിസ്തീയ ലോകത്തിൽ പറയപ്പെടേണ്ട സന്ദേശം എന്താണെന്നറിയാമോ? മാനസാന്തരം പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക, ആത്മാവിനെ പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടാത്തവർക്ക് എങ്ങനെയാണ് അഭിഷേകം കിട്ടുന്നത്? മനസ്സു മാറാത്തവന്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്? പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകണം. അത് അറിവില്ലായ്മയാണ്. മാനസാന്തരപ്പെട്ട് പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് സ്നാനപ്പെടുക. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വരം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഒരു ഓർഡറിലാണ് തന്നിരിക്കുന്നത്. എന്നാൽ ഈ കാലത്തെ ഉപദേശങ്ങളിൽ മാനസാന്തരപ്പെടാതെ തന്നെ പുറമേയുള്ളതായ ഭക്തി, പേരിനുള്ള ഭക്തി, പുറമേ വേഷധാരണങ്ങൾ മാറുന്നു, ആചാരങ്ങൾ മാറുന്നു, എന്നാൽ മനസ്സു മാത്രം മാറുന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിത്വം ഇന്ന് പരിഹാസത്തിനിടയായി തീരുന്നത്. ഹൃദയം മാറുന്ന സമയത്ത് ജീവിതത്തിൽ മാറ്റം വരുവാനിടയാകും. 6 മാസം മാത്രമാണ് സ്നാപക യോഹന്നാൻ വചനം പ്രസംഗിച്ചത്. എന്നാൽ കർത്താവ് പറഞ്ഞു, സ്ത്രീയിൽ നിന്ന് ജനിച്ചവന്മാരിൽ ആരും തന്നെ ഇവനേക്കാൾ വലിയവൻ ആരും ഇല്ല എന്ന്. ആളിക്കത്തുന്ന പന്തം പോലെയായിരുന്നു യോഹന്നാൻ. ആളിപ്പടരുന്ന അഗ്നി, ജ്വലിക്കുന്ന പന്തമായിരുന്നു, പ്രകാശിക്കുന്ന വെളിച്ചമായിരുന്നു. ആ തീഷ്ണതയോടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനിടയായി, വ്യക്തമായി ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാനിടയായി. ആ പ്രസംഗം കേട്ട് ജനങ്ങളെല്ലാം ഓടി വരാനിടയായി. നീയാണോ വരുവാനുള്ള മിശിഹ? ഞാനല്ല. പിന്നെ നീ ആരാണ്? ഏലിയാവാണോ? അല്ല. പിന്നെ നീ ആരാണ്? പറയൂ. ഇത്ര ശക്തിയോടെ നീ ദൈവവചനം പ്രസംഗിക്കുന്നു. ഇത്രയധികം ആളുകൾ ഓടിക്കൂടുന്നു വചനം കേട്ടിട്ട്. അനേകരെ നീ സ്നാനപ്പെടുത്തുവാനിടയാകുന്നു. നിന്റെ വസ്ത്രം നോക്കുമ്പോൾ തോൽ ധരിച്ചിരിക്കുന്നു. നിന്റെ ഭക്ഷണം നോക്കിയാൽ തേനാകുന്നു. വെട്ടുക്കിളിയെയും നീ കഴിക്കുന്നു. അതുപോലെയാണ് നിന്റെ താമസവും പ്രത്യേകതയാകുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ജനം നിന്റെ അടുക്കലേക്ക് ഓടിക്കൂടുന്നത്? നീ ആരാണ്? നീയാണോ വരുവാനുള്ളതായ മിശിഹ? ഞാനാണെന്ന് പറഞ്ഞോ? ഞാനല്ല മിശിഹ, ഞാനല്ല, ക്രിസ്തുവത്രേ. പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവത്രേ എന്ന് പറയാനിടയായി. ഇനി ഞാനല്ല, ക്രിസ്തുവാണ്. ഞാൻ മരിക്കണം, ക്രിസ്തു എഴുന്നേൽക്കണം എന്നിൽ കൂടി. പിന്നെ ആരാണ്? ഏലിയാവാണോ? പ്രവാചകനാണോ? ആരാണ്? ഞാനല്ല, മറിച്ച് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതായ ഒരു ശബ്ദമാണ്, ഒരു ഉച്ചത്തിലുള്ള ശബ്ദമാകുന്നു. യോഹന്നാനെ കുറിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ 6 മാസം മാത്രമാണ് ദൈവവേല ചെയ്തത്. പോകണമെങ്കിൽ പോകട്ടെന്ന് വിചാരിച്ചു. ഐ വോണ്ട് കോംപ്രമൈസ്. രാജാവാകട്ടെ, നീ ഏത് അധികാരിയാകട്ടെ, നിന്റെ സഹോദരന്റെ ഭാര്യയെ നീ ആഗ്രഹിച്ചാൽ അത് ന്യായമല്ല. നീ രാജാവായിട്ടിരിക്കുവാൻ യോഗ്യനല്ല. നിന്റെ സഹോദരന്റെ ഭാര്യയെ നീ അപഹരിച്ചിരിക്കുന്നു എന്ന് മുന്നറിയിപ്പ് കൊടുത്തു. ഹെരോദാവിന് കോപമുണ്ടായി. മകളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ച് യോഹന്നാന്റെ തല തളികയിൽ കൊണ്ടുവരാൻ വേണ്ടി ചോദിച്ചു. എന്താണ്? രക്ഷിക്കുവാൻ വേണ്ടി ഹെരോദാവ് ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്തു, ഒരുപാട് പരിശ്രമിച്ചു. ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞു. എന്താണ്? അവനെ ഒരുപാട് ഭയപ്പെടാനിടയായി. അവനെ സ്നേഹിച്ചു. എന്നാൽ അവക്ക് കൊടുത്ത വാക്കിൻ പ്രകാരം അവിടെ ലോക്കായിപ്പോയി. അവളോട് വാക്ക് പാലിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല, ചെയ്യേണ്ടി വന്നു. കുഴപ്പമില്ല. 6 മാസം ചെയ്തതായ ശുശ്രൂഷ എത്ര വലിയ ശുശ്രൂഷയായി മാറിയെന്നറിയാമോ? ദൈവത്തിന്റെ ഹിതം നിറവേറ്റാനിടയായി, രക്തസാക്ഷിയായി.
ആദ്യത്തെ രക്തസാക്ഷിയായി മാറിയിട്ട് ദൈവരാജ്യത്തിൽ പോയി ഇരിക്കുവാൻ ഇടയായി. ഈ കാലത്ത് കാക്കയെപ്പോലെ ഒരുപാട് കാലം ജീവിക്കുന്നതിനേക്കാൾ ദുരുപദേശങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് ലോകത്തിലുള്ള മനുഷ്യരെ സന്തോഷിപ്പിച്ചുകൊണ്ട് വലിയ ദൈവവേല ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ സേവ ചെയ്തുകൊണ്ട് കർത്താവിനു വേണ്ടി ജീവൻ കൊടുക്കുവാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാകുന്നു. ഒന്നുകിൽ ശീതവാനാകുക, അത്രയുള്ളൂ. ശീതോഷ്ണവാനാകാൻ പാടില്ല. ഒന്നുകിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുക, അല്ലെങ്കിൽ യേശുവിനും എനിക്കും ബന്ധമില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോവുക. അതല്ലാതെ യേശുവിന്റെ നാമം പറഞ്ഞിട്ട് നിന്റെ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് നിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് എത്ര ഭയങ്കരമാണ്. സ്നാപക യോഹന്നാനെ നോക്കിയാൽ ദൈവത്താൽ അവന്റെ ഒരു പ്രവൃത്തി ചെയ്യാൻ അയക്കപ്പെട്ടവൻ. ആ ജോലി അവൻ ചെയ്യുവാനിടയായി, കർത്താവിന് വേണ്ടി വഴി ഒരുക്കാനിടയായി, കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടുവാനിടയായി. യേശു ക്രിസ്തു 40 ദിവസങ്ങളിൽ പരീക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് വെളിയിൽ വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്നാനപ്പെട്ടിട്ട് 40 ദിവസം അങ്ങോട്ട് പോയി. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ അവിടെ ബന്ധിക്കപ്പെട്ടു. യേശുക്രിസ്തു ദൈവവേല ആരംഭിച്ച സമയത്തേക്കും യോഹന്നാൻ രക്തസാക്ഷിയായി മരിക്കാനിടയായി. യഥാർത്ഥമായ സേവ നിലനിൽക്കും. ദൈവദാസന്മാർ നിൽക്കില്ല, ദൈവദാസന്മാർ കാണില്ല, ചർച്ച് കാണില്ല, ബിൽഡിംഗ് എപ്പോഴും കാണില്ല. എന്നാൽ ദൈവത്തിന്റെ സേവ നിലനിൽക്കുന്നു. പ്രസംഗിച്ചതായ വചനം ഫലിക്കാനിടയാകും. ഇന്ന് ഞാൻ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. ഇവിടെയുള്ള യൗവനക്കാരോട് പറയുന്നതായ കാര്യം, മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ യോഹന്നാനെ അറിഞ്ഞ കർത്താവ് അവന് വേണ്ടി ഒരു പദ്ധതി രൂപീകരിച്ചു. മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ദാവീദിനെ കുറിച്ച് അറിഞ്ഞതായ ദൈവം അവന് വേണ്ടി ഒരു വലിയ പദ്ധതി ഒരുക്കി. മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ യോസെഫിനെ കുറിച്ച് അറിഞ്ഞതായ കർത്താവ് അവന് വേണ്ടി വലിയ ഒരു പദ്ധതി ഒരുക്കി. മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ശൗലിനെ അറിഞ്ഞതായ കർത്താവ് അവന് വേണ്ടി എത്ര വലിയ പദ്ധതി ഒരുക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നിന്നെയും ഈ സന്ദേശം കേൾക്കുന്ന സകല വ്യക്തികളെയും, സഹോദരിമാരെയും, നിങ്ങൾ പെൺകുട്ടികളാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളെയും അതുപോലെ. ഞങ്ങളും നിങ്ങളെപ്പോലെയാകും. യേശുക്രിസ്തു വരുമ്പോൾ എങ്ങനെയാണ് നാം ആയിത്തീരുന്നത്? നമ്മൾ മണവാട്ടി സഭയാണ്, അവരും മണവാട്ടി സഭയാണ്. എല്ലാവരും കൂടെ ചേർന്ന് എന്താണ്? അവൻ നമ്മുടെ മണവാളനാകുന്നു, നാം അവന് വേണ്ടി ഒരുക്കപ്പെട്ട മണവാട്ടി സഭ. ദൈവവേല എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നത് മാത്രമല്ല, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നത്, ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റുന്നത്. ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നിന്നെക്കുറിച്ച് പദ്ധതി ചെയ്ത ദൈവത്തിന്റെ ആ ബ്ലൂ പ്രിന്റിനെ, അവന്റെ പദ്ധതിയെ പ്രാവർത്തികമാക്കുന്നതാണ് ദൈവത്തിന്റെ വേല. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതം ഭാഗ്യകരമാകും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുറച്ച് നിമിഷങ്ങൾ നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ കൈകൾ മുകളിലേക്ക് ഉയർത്തി ഒരു വാക്ക് നമുക്ക് പറയാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു തവണ ഞങ്ങളിലേക്ക് നീ നോക്കണമേ. ഏതു ഹൃദയത്തിൽ നിന്നാണോ ഞരക്കമുണ്ടാകുന്നതെന്ന് നീ അറിയുന്നതായ കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നതായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ഹൃദയ അന്തരംഗങ്ങളെ അറിയുന്നതായ കർത്താവേ, ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളോട് ദയ കാണിക്കുന്നതായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതായ ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി കരയേറ്റുന്നു. എന്റെ അടുക്കൽ വരുന്നവരെ ആരെയും ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ലെന്ന് പറഞ്ഞ കർത്താവേ, നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുക്കുകയാണ്. ഞങ്ങളുടെ യൗവനക്കാരിൽ ആരും തന്നെ പിശാചിൽ അകപ്പെട്ട് നശിക്കുവാൻ പാടില്ല ദൈവമേ. ഇനി മാനസാന്തരപ്പെടാത്ത മക്കളെ എല്ലാം നീ ദർശിച്ചിട്ട് അവർക്ക് മാനസാന്തരം കൊടുക്കുമാറാകണമേ. ഇന്ന് അവർ ഇവിടെയാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ നീ സഹായിക്കുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ